ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 10 ദിവസത്തെ ലീവിന് ശേഷം ബേബിക്കുട്ടി ഇന്നാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത്. 2 ദിവസം തിങ്കളും ചൊവ്വയും പോകാൻ പറ്റിയില്ല വയ്യാത്തതുകൊണ്ട്. അപ്പോൾ 2 മക്കളും നല്ല ഉറക്കമാണ്. 2 പേർക്കും വയ്യായിക ഉണ്ടായിരുന്നു കേട്ടോ. മാറി വരുന്നേ ഉള്ളൂ. ബേബിയുടെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് കരയുക. എല്ലാ കുട്ടികളും പോകണ്ടെന്ന് പറഞ്ഞിട്ടാവും. ഈ കുട്ടി നേരെ വിപരീതമാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് സ്നാക്സിന് സ്വിസ് റോളാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്നാക്സ് ഒന്നും ഇപ്പോൾ അധികം വാങ്ങി വെച്ചിട്ടില്ല. ആകെ ഒരാഴ്ചക്കുള്ള മാത്രമേ വാങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ കട്ടൻ ചായ അപ്പൂട്ടിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാൽ ചായ അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളമായിരുന്നു. പിന്നെ അവൾക്ക് ഇന്ന് ലഞ്ചിന് ഉണ്ടായിരുന്നത് പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു കേട്ടോ. ഒന്ന് ചോറിന് കൊണ്ടുപോകേണ്ടായിരുന്നത്. അപ്പോൾ അതാ വീതുസുന്ദരൻ എണീറ്റ് വന്നു. അപ്പോൾ ചോക്കോസ് കണ്ടപ്പോൾ പിന്നെ തുടങ്ങി. രാവിലെ എണീറ്റ് വന്നാൽ പിന്നെ അവനെ നിർബന്ധമാണല്ലോ പാപ്പ. അപ്പോൾ ഇന്ന് അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചോക്കോസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുണ്ട് കേട്ടോ. അവിടെ 2 പേര് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് കാണിക്കുന്നത്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അമ്മ ചോറാക്കാനുള്ള പണിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേദ് പൂച്ചകളെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പൂച്ചകൾ പാല് കുടിക്കാനായിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർക്ക് കുറച്ച് പാല്, കാരണം അവരുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവർക്ക് പാല് കുടിക്കാൻ വേറെ വഴിയില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങളത് കൊടുക്കുന്നു കേട്ടോ. പാവങ്ങളല്ലേ. അപ്പോൾ പിന്നെ ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ അവർ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ പാലൊക്കെ തിളപ്പിക്കാൻ തുടങ്ങി 2 പേർക്കും ചോക്കോസ്. അപ്പോൾ ഞാൻ ഈ നോക്കണത് എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായി ചോക്കോസ് വാങ്ങി വെച്ചിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് വാങ്ങുമ്പോഴും നമ്മളതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കിയുള്ളൂ. അപ്പോൾ അതാ പാലിൽ പിന്നെ ചോക്കോസൊക്കെ കലക്കി 2 പേരും കുടിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ബേബിക്ക് അതായിരുന്നു. ഇത് പിന്നെ ഇതും കുടിച്ചു. അതുപോലെ തന്നെ ദോശയും കഴിച്ചു. ദോശയായിരുന്നു. അപ്പോൾ അമ്മ ദാ ചോറും മോരും പൊട്ടറ്റോ ഫ്രൈയും ആക്കി കൊടുത്തു. പിന്നെ ബേബിക്കുട്ടി ഇതാ റെഡിയായി. ഇന്ന് യൂണിഫോം ഇതായതുകൊണ്ട് സുഖമായിരുന്നു കേട്ടോ. നമ്മുടെ സ്പോർട്സ് യൂണിഫോം അവിടെ കയറ്റിയിട്ടാൽ മതിയല്ലോ. മറ്റേതാണെങ്കിൽ ബെൽറ്റ് ഇടണമൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് അവൾക്ക് വലിയ സുഖമില്ല, കാരണം വയറിന് സുഖമില്ല പറഞ്ഞു. ഗ്യാസാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മരുന്നൊക്കെ ഒന്ന് ഇനി വാങ്ങി കൊടുക്കണം. വേദു, അപ്പോൾ വേദു ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എന്നോട്, അമ്മ എനിക്ക് വയറിന് വലിയ സുഖമില്ലാന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറും കേട്ടോ. ഗ്യാസാണ്, മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് ഗ്യാസിൻ്റെ ഗുളിക തന്നിട്ടില്ല, അതുകൊണ്ട് പറ്റുന്നതാണ്. പിന്നെ ഞങ്ങളിന്നൊരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ വേദുവാ? ഒരു പാട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ കാണുന്നതാണത്. ഞാൻ 2 ഫോണായിട്ടാണ് പോണത്. ഒന്ന് അച്ഛൻ്റെ ഫോണും ഒന്ന് അപ്പുവേട്ടൻ്റെ ഫോണും ഒന്ന് എൻ്റെ ഫോണും. അങ്ങനെയാണ് പോണത് കേട്ടോ. കാരണം എന്നാലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഒരു ടക്കേ പറഞ്ഞിട്ടുള്ളൊരു സോങ്ങാണത്. അതാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ബേബിക്കുട്ടിക്ക് 1-ാം തീയതി മുതൽ എക്സാം തുടങ്ങാൻ കേട്ടോ. അവർക്ക് ടേം 1 മെയിൻ എക്സാം പാർട്ട് 1 തുടങ്ങുകയാണ്. ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 10 വരെ എക്സാമാണ്. ഇനി അതിൻ്റെ കുറേ തിരക്കുകളാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്. CBSE ആയതുകൊണ്ട് അറിയാലോ CBSE സ്റ്റുഡൻസിന് എത്രത്തോളം പഠിക്കാനുണ്ടെന്ന്. പിന്നെ അവൾ പഠിക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ. അവൾ നന്നായി പഠിച്ചോളൂ. പിന്നെ 2 പേരും ഞാൻ തംബ്ലൈൻ ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ ഒരാൾ നല്ല ചിരിച്ച് കാട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇത് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് വെട്ടിക്കളഞ്ഞു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ട് വെട്ടിക്കളഞ്ഞത്. അതിനെ റാണിയെപ്പോലെ വാഴണം എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേദു ചിരിച്ചുകൊണ്ട് നിൽക്കണ കണ്ടില്ലേ? വേദു ഇവിടെ നോക്കിണ്ടിട്ട് അത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. വേദു ഇവിടെ ഇരുന്നിട്ട്. വേദു ആരാ? പിന്നെ ചെണ്ടുമല്ലി കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാട്ടോ. ചെണ്ടുമല്ലി അല്ലല്ലോ ഇത്. അത് കണ്ടപ്പോൾ വെറുതെ എടുത്തത്. അപ്പോൾ ബേബി എന്തേ ചോദിച്ചപ്പോൾ ഞാൻ, അപ്പോൾ അവിടെ അമ്മ ക്യാമറ ഓഫ് ചെയ്യൂ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തേന്ന്. അപ്പോൾ വേദം അവിടെ ചെരുപ്പിനെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ചെവിട് ചൊറിയുന്നതാണോ അറിയില്ല. ചെരുപ്പ് ഇപ്പോൾ കക്ഷത്തൊക്കെ വെച്ചിട്ടാണ് കുട്ടി നടക്കണത്, വല്ല അപ്പൂപ്പന്മാരെ പോലെ. ഞാൻ പറയും ചെരുപ്പ് താഴെ ഡൂട്ടി പറയട്ടെ. എവിടെ ചെരുപ്പിൻ്റെ സൗന്ദര്യം കൊണ്ടാണോ എന്നറിയില്ല, കക്ഷത്തൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസമായി സ്കൂളിൽ പോയിട്ടല്ലോ. 2 ദിവസമായി സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ലീവൊന്നും എടുക്കാറില്ല. ഇങ്ങനെ അത്യാവശ്യം കേട്ടപ്പോൾ കുറേ ആയിട്ട് അവൾക്ക് അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ചുമ ഇടയ്ക്കുണ്ട്. പനിയൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ പനി സീസണാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരും വലിയവരാണെങ്കിലും ശ്രദ്ധിക്കുക, സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ അവളിതൊക്കെ ഓരോന്ന് വെറുതെ കാട്ടിട്ടോ. ഞാൻ പൂവിനെ മാജിക്ക് കാട്ടിത്തരാം. പൂവിൻ്റെ ഉള്ളിൽ മുക്കുറ്റി വരുന്നത് എങ്ങനെയാണെന്ന് കാണാമെന്ന്. വേറെ ഒന്നുമല്ല, മുക്കുറ്റി ഇങ്ങനെ എറിഞ്ഞിട്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ മാജിക്ക് അവളുടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ പറഞ്ഞു ഞാൻ പോവുക പറഞ്ഞിട്ട് അവളങ്ങടെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ബാക്കിലുണ്ടായിരുന്നു, ഞാനും വേദുട്ടനും. അപ്പോൾ വേദുട്ടൻ എന്നോട് അവളുടെ ബാക്കിൽ നടക്കാൻ പറയാം. അവൻ എൻ്റെ പിന്നാലെ നടക്കാമെന്നാണ് പറയണത് കേട്ടോ. എന്താ വേദുവോ? ഞാൻ ആരാ പോണ്? വേദു ചേച്ചി ഹായ് പറയൂ. ഹായ്, നമ്മുടെ ഫാമിലിയോട് ഹായ് പറയൂ. പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചേച്ചിയാണ് ഞാനും എപ്പോഴും ക്രോസ് ചെയ്യുക കേട്ടോ. പിന്നെ അധികം വണ്ടിയൊന്നും ആ നേരത്തെ ഉണ്ടാവില്ല. പിന്നെ കുറേ കഴിയും വണ്ടികളൊക്കെ അങ്ങനെ വരാൻ. അപ്പം പ്രിയമ്മേനൊന്നും കണ്ടില്ല, അകത്തായിരുന്നു തോന്നുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കാത്തുനിന്നു. കാരണം ബസ് തിങ്കളാഴ്ച എന്താ കുഞ്ഞാ
തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ലീവ് ആയതുകൊണ്ട് ഡ്രൈവർ തിങ്കളാഴ്ച ഹോൺ അടിച്ചു. അപ്പോൾ ഇല്ല പറഞ്ഞു. ചൊവ്വാഴ്ച ഇന്നലെ കണ്ടില്ല. അപ്പം ഇന്ന് പെട്ടെന്ന് തന്നെ ഇല്ല വിചാരിച്ച് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോവുകയെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്ന് നിന്നു. കാരണം ഇനിയിപ്പോൾ ഇല്ല എന്ന് വിചാരിച്ച് പോണ്ടാ പേടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഓരോരുത്തർ പണിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇതാ കുട്ടികളെ മദ്രസ വിട്ടു. അതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. വേദു എടുത്താ വേദുവിന് ഇവിടെ ഒരു പണിയുണ്ട്. ഇവിടെ മാമയുടെ ഹെഡ്സെറ്റിൻ്റെ ആ സാധനം ഉണ്ടല്ലോ, ആ ചെവിട്ടിൽ കുത്തേണ്ടതിൻ്റെ സാധനം എപ്പോഴും എടുത്തിട്ട് കളയും. അത് മാമയ്ക്ക് വാങ്ങലാ പണി. പിന്നെ അപ്പോൾ വേദു എല്ലാ അപ്പൂപ്പന്മാരെ കണ്ടാലും അവൻ്റെ ഫ്രണ്ട്സാട്ടോ ഹായും ബായും ഒക്കെ കൊടുക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ മദ്രസ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ നല്ല കഷ്ടമാണ്. എത്ര നേരത്തെ പോകണമല്ലോ അവർക്ക്. അത് പഠിക്കണം, സ്കൂളത്തെ പഠിക്കണം, ട്യൂഷന് ചേർത്തിട്ടുണ്ടെങ്കിൽ ട്യൂഷനത്തെ പഠിക്കണം, ഒക്കെ ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ പിന്നെ അവർക്കത് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ വേറെ ഭാഗമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നിട്ട് ആ ബസ് വരണ നേരം അവിടെ ഒരു കാറും വന്നു. ആ കാറാണെങ്കിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത ഗതിയായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാറ് അങ്ങോട്ട് നിന്ന് സ്ലോ ആയിട്ട് പോയിട്ടാട്ടോ പിന്നെ ബസ് എടുത്ത്. പിന്നെ ഇതാ ബസ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അവൾ കയറണത് എടുക്കാൻ പറ്റിയില്ല. വേദു എൻ്റെ ഒക്കത്തായിരുന്നു. പിന്നെ അവൾ ബസ്സിൽ കയറി പോയി. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു സ്കൂൾ തുറന്നിട്ടുള്ള ഒരു ദിവസം, ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.